Hi guys, I'm going to share the tips which used by the rankers for their practical papers like advanced accounts, tax, costing and FM. So kindly please watch this till the end. So so namaki this video is divided in two parts. So first part will be the common points for all practical papers, common points. The next one is subject wise points. Okay, so the common points, so the number one is working notes. So working note, is it working note is essential? Yes, it's definitely, no doubt, it's essential. So if at all your final answer is wrong, but your steps, the steps to reach the final answer is correct, so you will get 8 out of 10 if the 10 marks question. സോ 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അതിൽ 8 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഫൈനൽ ആൻസർ തെറ്റാണ്, പക്ഷേ സ്റ്റെപ്പ് ശരിയാണ്. അതായത് നിങ്ങളുടെ വർക്കിംഗ് നോട്ട് ശരിയാണ്, ഫൈനൽ ആൻസർ തെറ്റാണ്. ഇഫ് യു തിങ്ക് വൈസ് വേഴ്സ, ഓക്കെ, ഇപ്പോൾ അതായത് ഫൈനൽ ആൻസർ തെറ്റാണ്, സോ ഫൈനൽ ആൻസർ കറക്റ്റ്, യുവർ ഫൈനൽ ആൻസർ ഈസ് കറക്റ്റ് ബട്ട് യുവർ സ്റ്റെപ്സ് ആർ റോങ്, സോ യു വിൽ ഗെറ്റ് ഓൺലി 1 to 2 marks out of 10 if the 10 marks question. 10 marks question ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ അല്ലെങ്കിൽ 2 മാർക്ക് നമുക്കതിൽ കിട്ടുള്ളൂ. ഓക്കെ, സോ ദ വർക്കിംഗ് നോട്ട്സ്, സോ ഇറ്റ്സ് ടു സേ ദ വർക്കിംഗ് നോട്ട് ഈസ് എസെൻഷ്യൽ. സോ ദ വർക്കിംഗ് നോട്ട്സ് ഈസ് എസെൻഷ്യൽ. സോ ദ എക്സാമിനേഴ്സ് വാണ്ട്സ് ടു നോ നിങ്ങൾ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളത്, ഫൈനൽ ആൻസറിലേക്ക് എത്തിയത് എക്സാമിനറിന് അറിയണം. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വർക്കിംഗ് നോട്ട്സ് ഉണ്ടായിരിക്കണം. സോ എങ്ങനെ നമുക്ക് വർക്കിംഗ് നോട്ട്സ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോ ഇതാണ് നിങ്ങളെ ആൻസർ ഷീറ്റിങ്ങളിൽ. സോ ഇവിടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട് അവിടെ, ക്വസ്റ്റ്യൻ നമ്പർ മേലെ ക്വസ്റ്റ്യൻ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 2B അങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഫൈനൽ ആൻസർ എന്ന് എഴുതാം, അല്ലെങ്കിൽ മെയിൻ സൊല്യൂഷൻ പറഞ്ഞിട്ട് എഴുതുക. നെക്സ്റ്റ് എത്രയാണെന്ന് എഴുതുക, ഫൈനൽ ആൻസർ. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ റെഫർ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് വർക്കിംഗ് നോട്ട്സ് കൊടുക്കാം, വർക്കിംഗ് നോട്ട് നമ്പർ 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് താഴെ പോവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് the formats given as per ICA module. Okay, is the format is important? Yes, some formats are important as per ICA modules. Okay, so the for the perspective of advanced accounts, so the formats like debit, credit, then rupees, then date, then particulars, then നമുക്ക് ആ ഒരു ഫോർമാറ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോർ കൺസോളിഡേഷൻ നമുക്ക് അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാകും. ദെൻ നമുക്ക് ഷെഡ്യൂൾ 3 ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമുക്ക് അതിനൊരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടാകും. സോ മേക്ക് ഷുവർ യു ആർ കംഫർട്ട് വിത്ത് ദാറ്റ് ഫോർമാറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർ അഡ്വാൻസ് അക്കൗണ്ട്സ്, ഇൻ കേസ് ഓഫ് ടാക്സ്, സോ ദ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻസ് മീൻസ് ഫസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം സാലറീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ദെൻ നമുക്ക് PGBP, ദെൻ നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ലാസ്റ്റ് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നു. സോ നമുക്കതൊരു ഫോർമാറ്റാണ് ആക്ച്വലി. നിങ്ങളിപ്പം ഇഫ് യു ടേക്ക് ദ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഹെഡിങ്സ് ഉണ്ടായിരിക്കണം. ഹെഡിങ്സ് വെച്ചാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ദി, ഇപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ ഇൻകം സാലറീസ്, ഇൻകം ഫ്രം സാലറീസ് ആണ് കളിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ഹെഡിങ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് സബ് കോളംസ് ആൻഡ് കോളംസ്. സബ് കോളംസും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇഫ് യു സീ ഇവിടെ നമുക്ക് എന്താ പർട്ടിക്കുലേഴ്സ് ഉണ്ട്, ദെൻ നമുക്കൊരു സബ് കോളം ഉണ്ട്, ദെൻ നമുക്കൊരു ഫൈനൽ കോളം ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് കോളത്തിൽ നമ്മളതിൻ്റെ എമൗണ്ട് എഴുതി, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതി. സോ നമുക്കിവിടെ കോളം, സോ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് വരുന്നത് ഈ കോളത്തിലാണ്. സോ നമുക്കൊരു കോളംസ് എന്താണ് ഉണ്ടായിരിക്കണം, ഒരു ഫൈനൽ കോളം ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ്, ഹൗ ഡു യു നോ, നമുക്ക് എങ്ങനെയാണിത് നമുക്കൊരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ, സോ ആസ് പെർ നമുക്ക് ICA മൊഡ്യൂൾ ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ റെഫർ ചെയ്താണ്. ഇഫ് യു റെഫർ ദ ICA മൊഡ്യൂൾ ഇല്ലുസ്ട്രേഷൻസ് you can see that. Okay, the formats. Okay, so that's all. The next one is solve
solve all the questions solve all questions to increase your marks. Okay, so നമ്മളെ മാർക്ക് if you want to score more in practical subjects, നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ ആൻസർ ചെയ്യാം. സോ അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളൊരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ കംഫർട്ട് അല്ല, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, സോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ എടുത്ത്, സോ ടാക്സിൽ, സോ നമുക്കറിയാം ടോട്ടൽ ഇൻകം ക്വസ്റ്റ്യൻ വെച്ചിട്ട് 50 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്കിപ്പോൾ അതിലൊരു ഡിപ്രീസിയേഷൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അറിയാം. സോ നിങ്ങളത് ആ ഒരു ഡിപ്രീസിയേഷൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സോൾവ് ചെയ്യുക. സോ നിങ്ങൾക്ക് അതിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സോൾവ് ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ സോൾവ് ചെയ്യാം. ദ നെക്സ്റ്റ്, ഇഫ് യു ഹാവ് എനി റഫ് വർക്ക്, വാട്ട് യു ഡു. റഫ് വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇപ്പോൾ MCQ, സോ നമുക്ക് എന്താ MCQ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റഫ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്പേസ് ഇല്ല, നിങ്ങൾ ചെയ്തൊക്കെ പിന്നെ വന്നു, നിങ്ങൾക്ക് അത് എറേസ് ചെയ്യുമ്പോഴത്തേനും ടൈം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ, ആൻസർ ഷീറ്റിൻ്റെ ലാസ്റ്റ് 2 to 3 പേജ്, 1 to 2 പേജസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റഫ് വർക്കിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. ദെൻ വാട്ട് യു ഡു, ആഫ്റ്റർ വാട്ട് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യാം, അത് ക്രോസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ക്രോസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ, ദെൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ദിസ് പേജസ് നോട്ട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ആസ്കൽ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഒന്നുകിൽ റഫ് വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്താൽ തന്നെ ദ എക്സാമിനർ അത് വാല്യൂ ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ നെക്സ്റ്റ്. നമുക്ക് ബ്ലാങ്ക് പേജസ് ഉണ്ടായിക്കാനല്ലേ. ഓക്കെ, സോ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ, സോ ഇത് മോസ്റ്റ്ലി നമുക്ക് കോസ്റ്റിംഗ് അഡ്വാൻസ് അക്കൗണ്ടിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആകുന്നു. ഓക്കെ, പർട്ടിക്കുലർ പോയിൻ്റ് ആകുമ്പോൾ നമ്മൾ സ്റ്റക്കായി, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സോ വാട്ട് യു ഡു, നമ്മൾ എന്ത് ചെയ്യാം, ടൈം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പേജസ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിടും. ദ നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. ദ നെക്സ്റ്റ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് വരും. സോ നമ്മളിപ്പോൾ ഫോർ എ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് നമുക്ക് എന്താണ്, ചിലപ്പോൾ നമുക്ക് തിരിച്ച് വന്ന് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. സോ വാട്ട് യു ഡു, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് ആ ബ്ലാങ്ക് ആയിട്ടുള്ള പേജസ് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്രോസ് ചെയ്യുക. ഓക്കെ, ബ്ലാങ്ക് ആയിട്ടുള്ള പേജസ് ജസ്റ്റ് ക്രോസ് ചെയ്ത് വെക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഡെസിമൽ പോയിൻറ്റ്. ഓക്കെ, ദ മോസ്റ്റ് സ്റ്റുഡൻസ് ഹാവ് ദ ഒരു കൺഫ്യൂസ് ആണ്, നമ്മൾ എത്ര ഡെസിമൽ പോയിൻ്റ് എടുക്കണം എന്നുള്ളത്. ഓക്കെ, സോ ദ ICS സ്റ്റഡി, ഇഫ് യു റെഫർ ദ ICS സ്റ്റഡി മെറ്റീരിയൽ, they will take 3 to 4 ഡെസിമൽ പോയിൻറ്റ്സ്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, മേക്ക് ഷുവർ നിങ്ങളൊരു 4 ഡെസിമൽ പോയിൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യുക. 4 ഡെസിമൽ പോയിൻറ്റ്സ് കീപ്പ് ചെയ്യുക. സോ ഫോർ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യാം, 2 ഡെസിമൽ പോയിൻറ്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2 ഡെസിമൽ പോയിൻറ്റ്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് നിങ്ങളിപ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത ഇപ്പോൾ ഒരു ഫൈനൽ ആൻസറൊക്കെ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ അപ്രോക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. അപ്രോക്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഓക്കെ, that will attract your examiner. Okay, the next നമ്മൾ assumptions, is the assumptions are important. Yes, the assumptions are important. ലൈക്ക് നമുക്ക് വർക്കിംഗ് നോട്ട്സ് പോലെ തന്നെ assumptions ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പം നമ്പർ ഓഫ് ദി ഡേയ്സ് നമ്മളിപ്പം 365 അല്ലെങ്കിൽ നമ്മൾ 360 നമ്മൾ എടുക്കുന്ന, അപ്പോൾ നമുക്കൊരു അസംഷനാണ്. ഇപ്പോൾ നമ്മളിപ്പം അസംഷൻ നമുക്ക് വരുന്നത് ഏത് സിറ്റുവേഷനാണ്, നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് അസംഷൻ വരുന്നത്. അതായത് നമ്മൾ ഒരു ഓപ്ഷൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ആൻസർ വരും, രണ്ടാമത്തെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ആൻസർ വരിക. സോ ബോത്ത് ആർ അക്സെപ്റ്റബിൾ, ബോത്ത് ആർ കറക്റ്റ്. സോ ബട്ട് നമുക്ക് എന്താണ് ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിന് ഒരു അസംഷൻ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ 365 ഡേയ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് സ്പെസിഫിക്കലി പറയുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ക്വസ്റ്റ്യൻ നമുക്ക് സൈലൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പോൾ 365 എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് അസംഷൻ കൊടുക്കാം. then 360 ആണെങ്കിൽ അതിനൊരു അസംഷൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫേസ് വാല്യൂ. സോ ഫോർ നമ്മളിപ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് 10 ആണ് റുപ്പീസ്, അല്ല 10 റുപ്പീസാണ് നമുക്ക് അസ്യൂം ചെയ്യാം. സോ നമുക്കിപ്പോൾ അത് ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻറ്റേർണൽ റീകൺസിഡറേഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊടുക്കുക. സോ ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് സൈലൻറ്റ്, the face value of the equity shares is 10 rupees. Okay, so assume okay എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. ഓക്കെ, the next one is conclusions at the end. ഓക്കെ, അവസാനം നമുക്ക് അറ്റ് ദ എൻഡ് നമ്മളിപ്പോൾ ഒരു ഫൈനൽ ആൻസറിലെത്തി. സോ നമുക്ക് ഫോർ ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഫിഗേഴ്സ് ആയിരിക്കും.
സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഷൻ കൊടുക്കുക, ഒരു സെൻറ്റൻസ് കൊടുക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ഹൈലൈറ്റ് ദ ബോക്സ്. നമുക്ക് ഒരു ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൻസർ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോക്സ് ചെയ്യുക, ബോക്സിൽ എഴുതുക. ഓക്കെ, ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു EOQൻ്റെ കാൽക്കുലേഷനാണ്, നമുക്ക് EOQൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കോസ്റ്റിങ്ങിൽ. സോ നമ്മൾ കാൽക്കുലേറ്റ് EOQ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തു. സോ നമ്മൾ എന്ത് ചെയ്തു, കുറേ വർക്ക് നമ്മളിവിടെ കുറേ കാൽക്കുലേഷൻസ് ചെയ്തു. ലാസ്റ്റ് നമുക്കിവിടെ EOQ നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളത് എന്ത് ചെയ്യണം, ഒരു ഇതാക്കണം, ദ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിടാം. ഓക്കെ, സോ this kind of tips will attract your examiner. Okay, the next one is the short forms. Okay, can we use short forms? Yes. സോ നമുക്ക് ICA നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫോംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹൗ ഡു യു നോ? നിങ്ങൾക്ക് ICA മൊഡ്യൂൾസ് നിങ്ങൾക്ക് റെഫർ ചെയ്താൽ മനസ്സിലാവും. ഇപ്പോൾ EOQ ഒക്കെ ആണെങ്കിൽ നമുക്ക് ICA എന്താണ്, പിന്നെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റീൻ്റെ EOQ എന്ന് പറയുന്ന ഷോർട്ട് ഫോംസ് ഒക്കെ ICA എന്താണ് അലോ ചെയ്താണ്. ICA മെറ്റീരിയൽ നമുക്ക് എടുത്തു നോക്കിയാൽ EOQ എന്ന് പറഞ്ഞിട്ട് ICA യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ICA യൂസ് ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫോംസ് നമുക്ക് എന്താണ് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ഇതാണ് കോമൺ പോയിൻറ്റ്സ്. ഓക്കെ, ഫോർ ഓൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. ദ നെക്സ്റ്റ് നമുക്ക് സബ്ജക്റ്റ് വൈസ് ടിപ്സ് ആണ് പറയുന്നത്, സബ്ജക്റ്റ് വൈസ്. ഓക്കെ, സോ ഫോർ ടാക്സ് നമുക്ക് രണ്ട് അപ്രോച്ചസ് ആണുള്ളത്. സോ റൈറ്റ് എൻറ്റയർ സൊല്യൂഷൻ ആൻഡ് ദെൻ ഗീവ് ദ റെഫറൻസ് ടു ദ നോട്ട്സ്. ഓക്കെ, നമ്മൾ ആദ്യം സൊല്യൂഷൻ മൊത്തം ചെയ്താൽ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വർക്കിംഗ് നോട്ട്സ് അല്ലെങ്കിൽ നോട്ട്സ് ആയിട്ട് എന്ത് ചെയ്യാം കൊടുക്കാം. സോ വർക്കിംഗ് നോട്ട്സിൽ മോസ്റ്റ്ലി നമുക്ക് വരുന്നത് പ്രൊവിഷൻസ് ആണ്. ഓക്കെ, നമുക്കിപ്പം മെയിൻ സൊല്യൂഷൻസിലുള്ള ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും പ്രൊവിഷൻസ് ആണ് നമുക്ക് പിന്നെ നോട്ട്സിൽ വരാം. സോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സോ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എഴുതി, ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതി, ഫിഗർ എഴുതി. സോ നമുക്ക് ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് പറഞ്ഞിട്ട് നോട്ട് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, നോട്ട് 1. സോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ നോട്ട് പിന്നെ എക്സ്പ്ലനേഷൻ നമുക്ക് എന്താണ് താഴെ നോട്ട് 1 കൊടുക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത്, സോ റൈറ്റ് എക്സ്പ്ലനേഷൻ എലോങ് ഓർ ബിലോ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻസെൽഫ്. അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എക്സ്പ്ലനേഷൻ കൊടുക്കാം. ദ ICA ഫോളോ ചെയ്യുന്നത് ഇതാണ്. സോ ICA മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഇതാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. സോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിയിൽ താഴെ നമ്മൾ ബിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ നോട്ട്സിലേക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ both approaches are acceptable. Okay, but make sure you are comfortable with one approach before your exam. Okay, നമുക്ക് എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു അപ്രോച്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ നമ്മൾ കംഫർട്ട് ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, സെക്ഷൻ നമ്പർ ഈസ് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് മാൻഡറ്ററി. സെക്ഷൻ നമ്പർ ടാക്സിൻ്റെ കേസിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എക്സെപ്റ്റ് സം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെക്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഇപ്പോൾ 10AA, അതുപോലെ തന്നെ 80C, 80CCD, 80. ഓക്കെ, സോ if you can remember the clause, but you make sure you can remember the section. Okay, സോ അതായത് നിങ്ങൾക്ക് ഈ സബ് ക്ലോസ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സെക്ഷനിൽ നിങ്ങളൊരു ഒന്ന് പഠിച്ചു വെക്കാം, സെക്ഷൻ പഠിച്ചു വെക്കാം. സോ നമ്മൾ സെക്ഷൻസ് നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഇറ്റ് വിൽ അട്രാക്ട് ദ എക്സാമിനർ. ഓക്കെ, സോ നമുക്കിത് അറിയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് സെക്ഷൻസ് ഒക്കെ അറിയുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ടാക്സിനെ കുറിച്ച് പറയാനുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് അഡ്വാൻസ് അക്കൗണ്ട്സ് നമുക്കറിയാം, നമുക്ക് AS പ്രസൻറ്റേഷൻ. സോ അഡ്വാൻസ് അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 3 മൊഡ്യൂൾസിൽ 2 മൊഡ്യൂൾസ് നമുക്ക് ASമായി ബന്ധപ്പെട്ടതാണ്. സോ AS ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ AS എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ക്ഡ് ദ AS ക്വസ്റ്റ്യൻസ് ലൈക്ക് 2 types. നമ്പർ 1 പ്രാക്ടിക്കൽ, ദ നെക്സ്റ്റ് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കും. സോ ദ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസും ചോദിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ പോയിൻറ്റ്സ്, ഈ 2 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻ കോമൺ ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് ആണ്. സോ ദ കോമൺ പോയിൻറ്റ്സ്, ഒന്നാമത്തത് റൈറ്റ് റെലവൻറ്റ് AS നമ്പർ എഴുതണം. അതുപോലെ തന്നെ AS നെയിമോ നമ്മൾ എന്ത് ചെയ്യുക, കോട്ട് ചെയ്യുക. ഓക്കെ,
ഇപ്പോൾ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു എസിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആസ് പെർ പ്രൊവിഷൻസ് ഓഫ് എസ് ടു ദ ഇൻവെൻറ്റീസ് ഈസ് ഡാഷ് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് എഴുതാം. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ കോട്ട് റെലവൻറ്റ് പ്രൊവിഷൻസ്. നമുക്ക് റെലവൻറ്റ് പ്രൊവിഷൻസ് എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാം. ഓക്കെ, സോ റെലവൻറ്റ് പ്രൊവിഷൻസ് ലൈക്ക് നമുക്കിങ്ങനെ ഉണ്ടാകും. ഇപ്പം കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫോർ നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ ഇഫ് ദ ആൻസർ ഷീറ്റ് യുവർ ആൻസർ ഷീറ്റ് ലുക്സ് ലൈക്ക് ഇങ്ങനെ നമുക്ക് മെയിൻ ആൻസർ നമ്മൾ കൂടെ കൊടുക്കാം. മെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ ഏറ്റവും ഫസ്റ്റ് ചെയ്താം. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, താഴെ നമുക്ക് വർക്കിംഗ് നോട്ട്സ് അതുപോലെ തന്നെ അസംഷൻസ്. സോ നമ്മൾ ഓൾറെഡി സെഡ് ദ അസംഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ലൈക്ക് യുവർ വർക്കിംഗ് നോട്ട്സ്. സോ ആദ്യം മെയിൻ സൊല്യൂഷൻ, നെക്സ്റ്റ് വർക്കിംഗ് നോട്ട്സ് അല്ലെങ്കിൽ അസംഷൻസ്. ഓക്കെ, ഫോർ തിയറി പാർട്സ് നമുക്ക് ഫസ്റ്റ് നമുക്ക് fact of the case given in the question. The next is the provisions related to the facts. The next is the analysis of the facts and provisions. The next is last is our conclusions. Okay, that's the structure of the theory AS questions. Okay, the next one is other questions except AS questions. So first write your main solution. The next then make working notes or vice versa. Okay, so if you are comfortable with start with your working notes, you can do this. Okay, നമുക്ക് വർക്കിംഗ് നോട്ട് ഫസ്റ്റ് ചെയ്താൽ നെക്സ്റ്റ് ഫൈനൽ മെയിൻ സൊല്യൂഷൻ പിന്നെ ആഫ്റ്റർ വർക്കിംഗ് നോട്ട്സിന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ബട്ട് മേക്ക് ഷുവർ യു ഗീവ് ദ റെഫറൻസ് നമ്പർ ടു ഇൻ മെയിൻ സൊല്യൂഷൻ. അതായത് നോട്ട്സിൻ്റെ റെഫറൻസ് നമ്പർ എന്ത് ചെയ്യണം, പിന്നെ ഈ ഒരു മെയിൻ സൊല്യൂഷനിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകണം. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് നരേഷൻ ഇൻ ജേർണൽ എൻട്രീസ്. ഓക്കെ, ജേർണൽ എൻട്രീസ് ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? യെസ്, എക്സാമിനർ നരേഷൻ വായിക്കുന്നില്ല, ബട്ട് ആ ഒരു നരേഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കി നോക്കും. ഓക്കെ, സോ ഇത് ചെക്ക് ദ നരേഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കും. സോ അവരത് വായിക്കുന്നില്ല, അപ്പോൾ ചെറിയൊരു നരേഷൻ മതി. ഇപ്പം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബീയിങ് എന്ന് പറഞ്ഞിട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ബീയിങ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞിട്ട് സോ ഒരു നരേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ്സ് ഓൾ അബൌട്ട് അഡ്വാൻസ് അക്കൗണ്ട്സ്. നെക്സ്റ്റ് വൺ നമുക്ക് FM അതുപോലെ തന്നെ കോസ്റ്റിംഗ്. ഓക്കെ, സോ FM കോസ്റ്റിംഗ്. സോ ദ ഫോർമുലാസ്. സോ ഡു വി നീഡ് ടു റൈറ്റ് ഫോർമുലാസ്? നമ്മൾ എഴുതണം. യെസ്, നമ്മൾ എഴുതണം. ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് നമുക്ക് എഴുതണം. സോ ഫോർമുലാസിൽ നമ്മൾ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതണം. അതുപോലെ തന്നെ നമുക്ക് ഈ FM കോസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്കൊരു പർട്ടിക്കുലർ നമുക്കൊരു ഫോർമാറ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മളിപ്പം IC സ്റ്റഡി മെറ്റീരിയലെടുത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഫോർമാറ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാമിന് മുന്നേ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കതിനെ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ മുന്നേ നമ്മൾ കംഫർട്ടായിരിക്കണം അതിൽ. കാരണം നമുക്ക് എന്താണ്, എക്സാമിന് പോയിട്ട് നമുക്കിങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, എക്സാമിന് പോയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫോർമാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഓൾറെഡി നമുക്കൊരു ക്രിയേറ്റഡ് ഫോർമാറ്റ് നമ്മളെ മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്കിപ്പോൾ ഫോർമാലിസിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പം FMൻ്റെ കേസിൽ നമുക്കിപ്പോൾ ഒരു വാൾട്ടേഴ്സ് മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വാൾട്ടേഴ്സ് മോഡൽ എന്ന് പറഞ്ഞിട്ട് എഴുതി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നെ ഫോർമുല എഴുതി. അത് P = D + R / KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി × E - D / KE. സോ നമ്മളിങ്ങനെ ഫോർമുലാസ് എഴുതി. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനെയും നമുക്ക് ഇതിൽ ഓരോ ലെറ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ P എന്താണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ. ദെൻ D എന്താണ്, അതെന്താണ് എക്സ്പാൻഡ് ചെയ്യുക, അത് എത്രയാണെന്ന് എഴുതാം. നെക്സ്റ്റ് R എന്താണ്, അത് എത്രയാണെന്ന് എഴുതാം. ദെൻ KE എന്താണെന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യാം, ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഫിഗേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, that's all about this video. So if it is useful, share to maximum. So that's all. Thank you.